ഹലോ, എല്ലാവർക്കും ഓണാശംസകൾ. ഇന്ന് സേമിയ പായസം ചെയ്തില്ല, പകരം സേമിയ വെച്ചൊരു സ്വീറ്റാണ് ചെയ്തത്. അപ്പോൾ ആവശ്യമുള്ള സാധനങ്ങൾ ഇതാണ്. ഇത് കൂടാതെ കുറച്ചുകൂടെ വേണം. ഒരു പാൻ വെച്ച് ഗീ ഇട്ട് അതിലേക്ക് റോസ്റ്റ് ചെയ്ത സേമിയാണ് വാങ്ങിയത്. അതൊന്ന് 2 മിനിറ്റ് സോട്ട് ചെയ്ത് പഞ്ചസാരയിട്ട് പാൽപ്പൊടി ഇട്ട് ഒന്ന് യോജിപ്പിച്ച് 2 മിനിറ്റ് വെച്ചതിന് ശേഷം വീണ്ടും സ്റ്റൗവിൽ നിന്ന് മാറ്റി ഇനി ആ പാനിലേക്ക് തന്നെ കുറച്ചുകൂടെ ഗീ ഇട്ട് കാഷ്യൂസ് ഇട്ട് ഫ്രൈ ചെയ്യണം. കാഷ്യൂസ് മാറ്റിയിട്ട് കുറച്ച് ഗീ ഇട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദയിട്ട് നല്ലതുപോലെ മൂപ്പിക്കണം. ആ പച്ചമണം മാറുമ്പോഴേക്കും അതിലേക്ക് പാലൊഴിച്ചൊന്ന് കുറുക്കിയിടുക. ഇനി ഇതിലേക്ക് ഏലക്കാപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് ഒന്ന് ക്രീമിയാക്കി എടുക്കണം. ഈ സമയം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച കാഷ്യൂസും ചേർക്കണം. അപ്പോൾ നമ്മുടെ ക്രീം റെഡിയായി. ഒരു പ്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് നെയ്യ് തടവി നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ച സേമിയ ഇട്ടൊന്ന് നല്ലതുപോലെ പ്രസ് ചെയ്ത് അതിനുശേഷം നമ്മുടെ ക്രീം എടുത്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് നല്ലപോലെ ഫില്ലായി കഴിയുമ്പോൾ വീണ്ടും സേമിയ ഇട്ട് അതൊന്ന് എല്ലായിടത്തും ഫില്ലായി വരുമ്പോൾ വീണ്ടും ക്രീമിട്ട് അത് നമ്മൾ എത്ര ലെയറാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് കണക്കിന് നമുക്ക് ഡിസൈൻ ചെയ്യാം. ഇനി മേളിൽ കുറച്ച് സേമിയ മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച കാഷ്യൂസും കൂടി ഇട്ട് ഒന്ന് പ്രസ് ചെയ്ത് 1 മണിക്കൂർ പുറത്ത് വെക്കണം. 1 മണിക്കൂർ പുറത്ത് വെച്ചതിന് ശേഷം അപ്പോൾ ഒരു ഇച്ചിരി കട്ടിയായിട്ട് വരും. അപ്പോഴേക്കും നമുക്ക് കട്ടിങ്സ് ഇട്ട് കൊടുക്കാം. കട്ടിങ്സ് ഇട്ടതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെച്ച് തണുപ്പിച്ച് കഴിക്കാം. നല്ല ടേസ്റ്റിയായൊരു സ്നാക്കാണ്. അപ്പം ഇന്ന് ഓണം ആയതുകൊണ്ട് സ്പെഷ്യലായിട്ട് ചെയ്ത ഒരു ഐറ്റമാണ്. കുട്ടികൾക്കെല്ലാം നല്ല പ്രിയമായിരിക്കും. ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ എൻ്റെ വീഡിയോസ് കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യാൻ എന്താ വേണ്ടത്? സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വീഡിയോസ് കാണുന്നവരെ എനിക്കൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ഒന്ന് പ്രസ് ചെയ്യണം. സ്നാക്ക് ഇഷ്ടമായോ? ട്രൈ ചെയ്ത് നോക്കൂ. ഈസി ആയിട്ടുള്ള സ്വീറ്റ് റെഡിയായി. എൻജോയ്.